ഓൾ ഓഫ് യു വെൽക്കം. കോവിഡൊക്കെ വന്നതിന് ശേഷമല്ലേ ആദ്യത്തെ നെറ്റ് എക്സാമാണ് വരാൻ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ സിലബസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മളെ കോഡ് 08 10 യൂണിറ്റുകളുണ്ട്. 10 യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ 10 പേപ്പറിൽ കൂടുതൽ പഠിക്കാനുണ്ട് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, അതാ അക്കൗണ്ടിങ് വന്നിട്ടുണ്ട്, ഓഡിറ്റിങ്ങും വന്നിട്ടുണ്ട്. എക്കണോമിക്സ്, ഫിനാൻസ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിറ്റിക്സ്, റിസർച്ച്, ബിസിനസ് മാനേജ്മെൻറ്റ്, HRM, പിന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ലീഗൽ ആസ്പെക്റ്റ് ഓഫ് ബിസിനസ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. വളരെ വിശാലമായിട്ടുള്ള ഒരു സിലബസാണ് അല്ലേ. അപ്പോൾ ഈ ടീച്ചിങ് പ്രൊഫഷനൊക്കെ സ്വപ്നം കാണുന്ന സുഹൃത്തുക്കൾ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ നെറ്റ് എക്സാം എഴുതാറുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ഓരോ തവണയും അല്ലെങ്കിൽ അവർ മാത്രമേ ക്വാളിഫൈ ആകാറുള്ളൂ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് കൊണ്ടൊക്കെ നെറ്റ് ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നെറ്റ് വിൻ ചെയ്തിട്ടില്ലെങ്കിലും വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കളും നമുക്കിടയിലൊക്കെ ഉണ്ട്. സോ നെറ്റിൻ്റെ അഭാവം നമ്മുടെ ഒരു ടീച്ചിങ് പെർഫോമൻസിനെ ബാധിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും കോളേജിയേറ്റ് പോലുള്ള ഒരു PSC എക്സാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യത തന്നെയാണ് നമ്മുടെ നെറ്റ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ, അത് ചെറുതാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് അഡീഷണലായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. നമ്മളെ സമയത്തിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് PPTക്ക് പുറമെ ചിലപ്പം എൻ്റേതായ കുറച്ച് സ്കാൻഡ് കോപ്പീസൊക്കെ അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് സഹകരിക്കണം. പിന്നെ എന്താണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇൻഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് പാസ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. വാട്സപ്പിലേക്കൊന്ന് പാസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. അത് നമുക്ക് മറ്റ് ഇനിയുള്ള തുടർ വീഡിയോസ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെ ഉപകാരമാകും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ 10 യൂണിറ്റിൽ 10നും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 1, 2, 3 അല്ലെങ്കിൽ 4-5 പേപ്പർ മാത്രം ഒന്ന് കോർ ചെയ്ത് പഠിച്ചുകൊണ്ട് മാത്രം നെറ്റ് വിൻ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഈ 10 യൂണിറ്റും നമ്മളെന്താണ് ഏകദേശ ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിയാവുന്ന സിലബസ് നമുക്കെന്താണ് കഴിയാവുന്നത്ര വേഗത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊരു പെർഫെക്റ്റ് ക്ലാസ്സായിട്ടൊന്നും ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇൻഫോർമേഷൻ മാത്രമാണ് പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡീഷണലായിട്ട് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഒരു ഔട്ട്ലൈൻ, ഒരു ഫ്രെയിം വർക്ക് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളതിനെ എത്രമാത്രം എൻലാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത്രയും നന്നാവും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് കൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ്, മാർക്കറ്റിംഗ് ചാനലുണ്ട്, അതുപോലെ മാർക്കറ്റിംഗ് മിക്സ്, സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിങ്, പൊസിഷനിങ്, പിന്നെ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രൊഡക്റ്റിൻ്റെ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് ലൈന്, മിക്സ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ PLC, പിന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, പിന്നെ പ്രൈസിങ് ഫാക്ടേഴ്സ്, എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഇതിനെ പ്രൈസിങ്ങിന് അഫക്റ്റ് ചെയ്യണത്, പിന്നെ പോളിസീസ്, പ്രൈസിങ് പോളിസീസ്, പിന്നെ പ്രൊമോഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റോൾ ഓഫ് പ്രൊമോഷൻ ഇൻ മാർക്കറ്റിംഗ്, പ്രൊമോഷൻ മെത്തേഡ്സ്, അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി, സെയിൽസ് പ്രൊമോഷൻ ടൂൾസുകൾ, പിന്നെ പ്രൊമോഷൻ മിക്സ്, പിന്നെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ടുള്ള, ദെൻ സർവീസ് മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, റൂറൽ മാർക്കറ്റിംഗ്, CRM, കസ്റ്റമർ റിലേഷൻ മാർക്കറ്റിംഗ്. ഓക്കെ, അത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ,
ദെൻ ഈ ഒരു ഏരിയാസാണ് നമ്മുടെ മാർക്കറ്റിംഗായിട്ട് ഉള്ളത്. ഓക്കെ, നമുക്കപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ പരിചയം ഉണ്ടല്ലോ അല്ലേ, ഫിലിപ്പ് കോട്ട്ലർ. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ആൾ ചില്ലറക്കാരനല്ല. 1931 ചിക്കാഗോ, ജനനം അവിടെയാണ്, മെയ് 27. ഓക്കെ, ഒരുപാട് കോൺട്രിബ്യൂഷനൊക്കെ നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക്. പ്രധാനമായിട്ടും ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. കോട്ട്ലർ വിശ്വസിക്കുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ടാണ് കോട്ട്ലർ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു പ്രൊഡക്റ്റിൻ്റെയും മറ്റൊക്കെ ഡിമാൻഡ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോട്ട് ഓൺലി ബൈ പ്രൈസ് ബട്ട് ആൾസോ ബൈ അഡ്വർടൈസിങ്, പ്രൊമോഷൻ, സെയിൽസ് ഫോഴ്സ്, എക്സെട്ര. ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് സംഭാവനകൾ, ബുക്സുകൾ ഒക്കെ എഴുതി ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന ഒരു 1960 ഓൺവേർഡ്സ് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് കോട്ട്ലറെ ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇദ്ദേഹത്തെ അറിയോ? നമ്മൾ കോട്ട്ലറെ കാണിച്ചു വന്നപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇത് നമ്മളെ കൊമേഴ്സിൻ്റെ പിതാവാണ് കേട്ടോ, ഫാദർ ഓഫ് കൊമേഴ്സ്, പോസിറ്റൽ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിതാവായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ രസകരമാണ്. ഈ ഒരു ഗ്രീക്കാണ്. ഒരു ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഹീസ് ദി ഗോഡ് ഓഫ് ദി സീ എന്നാണ്. അപ്പോൾ സീ എന്ന് പറയുന്നത് വാസ് യൂസ്ഡ് ഫോർ ട്രേഡിങ് വിച്ച് വാസ് ഇമ്പോർട്ടൻറ്റ് ടു കൊമേഴ്സ് എന്നാണ്. അതുകൊണ്ടാണ് പോസിഡൻ നമ്മളെ ഫാദർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ കാണപ്പെടുന്നത്, സമുദ്രങ്ങളുടെ ദൈവം. ഓക്കെ, ദെൻ ലൂക്ക പാസിയോളി. ഇദ്ദേഹമാണ് ലൂക്ക പാസിയോളി, നമ്മളെ അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ്. ഇത് നമുക്ക് അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ വരുമ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹെൻറി ഫയോളി, നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് അല്ലേ. ആൾ നല്ല ലുക്കാണല്ലേ. ഓക്കെ, നമുക്ക് കിട്ടിയൊരു ഫോട്ടോ എടുത്തിട്ടാണ്, ഇത് കുറച്ച് പ്രായം കുറഞ്ഞ ഫോട്ടോ ആയിരിക്കും. ഓക്കെ, ഹെൻറി ഫയോളി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരാൾ. FW ടൈലർ, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. ഒരാൾ കുറച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്ട്രെസ് കൊടുത്തു. ടൈലറാണെങ്കിൽ ഒരു ശാസ്ത്രീയ വശം മാത്രം നോക്കിയിട്ടാണ് ആ രീതിയിലൊന്നും കാഴ്ചപ്പാട് അല്ലേ. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവായിട്ട് നമ്മൾ ടൈലറെ അറിയപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ബയോളജി അരിസ്റ്റോട്ടിൽ, ബോട്ടണി തിയോഫ്രാസ്റ്റസ്, അതുപോലെ തന്നെ എക്കണോമിക്സ് ആഡം സ്മിത്ത്, സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, അപ്പോൾ ഇതിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്താവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. മാർക്കറ്റിംഗ് ആണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് എന്നാണ്. സാധനങ്ങൾ വാങ്ങുക വിൽക്കുക ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സോൾഡ് കുറച്ച് മേലെ കേട്ടോ, അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരാം. ഓക്കെ, ദെൻ ഡെഡി ഇതൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിർവചന പ്രകാരം മാർക്സ് ആർ പീപ്പിൾ വിത്ത് മണി ടു സ്പെൻഡ് ആൻഡ് ഡിസയർ ടു സ്പെൻഡ് ഇറ്റ്. വളരെ രസകരമായിട്ടുള്ള കോട്ടിംഗ് ആണത്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകൾ ഉണ്ടായാൽ മാത്രം പോരാ, അവരുടെ കയ്യിൽ പണവും വേണം. അതുമാത്രം പോരാ, അവർക്ക് എന്തുകൂടി വേണം, ആ പണം ചിലവാക്കാനുള്ള ഒരു ആഗ്രഹം കൂടി വേണം. ഇതൊക്കെ പാടുണ്ടാകുമ്പോഴാണ് നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. പീപ്പിൾ വേണം, പർച്ചേസിങ് പവർ വേണം, ദെൻ വില്ലിങ്നെസ് ടു ബൈ. ഇതാണ് ഡെഡി പറഞ്ഞ മാർക്കറ്റ്. ഓക്കെ, ദെൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ഈ ഭാഗത്ത് അവിടെ എന്താണോ നടക്കുന്നത് അതാണ് മാർക്കറ്റിംഗ്. അവിടെ എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നത്? അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ ഗുഡ്സ് അത് കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്ലേസാണ് മാർക്കറ്റ്. സോ പ്രോസസ് ഓഫ് അവൈലബിൾ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ടു കൺസ്യൂമർ, ദാറ്റ് ഈസ് സിംപ്ലി മാർക്കറ്റിംഗ്. ഓക്കെ, നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. 3 രീതിയിൽ നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്,
പ്രൊഡക്റ്റ് ഓറിയൻറ്റഡിൽ ഇപ്പോൾ AMA എന്താണ്? AMA എന്ന് പറയുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ. ഓക്കെ, അവർ ഒരു റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദി കൺസെപ്ഷൻ, പ്രൈസിങ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ക്രിയേറ്റ് എക്സ്ചേഞ്ചസ് ദാറ്റ് സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് പറഞ്ഞത്. ഇവിടെ പ്രധാനമായിട്ടും എംഫസിസ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റിന് ആണ്, അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ, അതിന് പ്രൈസ് ഇടുക, അതിൻ്റെ പ്രൊമോഷൻ, ഓക്കെ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ്. ദെൻ കസ്റ്റമർ ഓറിയൻറ്റഡിൽ വരുമ്പോൾ അവിടെ നമ്മൾ പഴയ ഒരു ശാസ്ത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കസ്റ്റമർ ഈസ് ട്രീറ്റഡ് ആസ് ദി കിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കസ്റ്റമർ ഓറിയൻറ്റഡിൽ പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ടു സാറ്റിസ്ഫൈ നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ ആൻ എക്സ്ചേഞ്ച് പ്രോസസ്സ്. അവിടെ നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരു കിങ് ആയി ട്രീറ്റ് ചെയ്യേണ്ട അവരെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. ദെൻ വാല്യൂ ഓറിയൻറ്റഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ വേരിയേഷൻ നോക്കണം. അതെന്താണ്? കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് പ്രോഡക്റ്റ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് വാല്യൂസാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, അതാണ് വാല്യൂ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂസ് ടു കൺസ്യൂമർ ഓർ കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് വ്യക്തമായിട്ടൊരു ധാരണ തരുന്നതാണ് വാല്യൂ ഓറിയൻറ്റഡ്. നമ്മുടെ മൂല്യങ്ങളാണ് ആളുകൾക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു 3 തരത്തിലുള്ള ഒരു ഡെഫിനേഷൻസിന് വേണമെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന് മാത്രം. ഓക്കെ, ദെൻ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബാർട്ടർ സിസ്റ്റമായിരുന്നു. ബാർട്ടർ സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വി ക്യാൻ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് അഗെയിൻസ്റ്റ് അതർ ഗുഡ്സ് എന്നാണ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ നമ്മളെന്താണ് കൈമാറിയുന്ന ഒരു കാലഘട്ടം, പഴയ കാലഘട്ടം. അതിന് ശേഷമാണ് ഒരു പ്രൊഡക്ഷൻ ഇറ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. പ്രൊഡക്ഷൻ ഇറ അതായത് ഇപ്പോൾ 1930കളിൽ സെക്കൻഡ് റിവല്യൂഷൻ ടൈമിലൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ഈ പ്രൊഡക്ഷൻ ഇറ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ഇത് റിസൾട്ട് ഇൻ എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് എൻ്റർപ്രൈസ്. ഒരുപാട് പ്രൊഡക്ഷൻ അതുപോലെ എൻ്റർപ്രൈസുകളൊക്കെ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം സംജാതമായിട്ടുള്ള കോർ എലമെൻ്റാണ് LPG അല്ലേ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം കോൺസെൻട്രേറ്റഡ് ഹൗ ടു ഇൻക്രീസ് ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എന്നതാണ്. ഇവിടെ ക്വാണ്ടിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നത് മാത്രമാണ് നമ്മളെ ലക്ഷ്യം. ക്വാളിറ്റി അല്ല. ഓക്കെ, ദെൻ അതിന് ശേഷം വന്നിട്ടുള്ളതാണ് നമ്മളെ സെയിൽസ് ഇറ. സെയിൽസ് ഇറയിൽ പ്രധാനമായിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ, ഒരുപാട് സംഭവങ്ങളിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ കോമ്പറ്റീഷൻ വന്നു. ദെൻ ഹൗ ടു സോൾവ് ദെയർ ഗുഡ്സ് എന്നുള്ള ചിന്ത, അതാണ് സെയിൽസ് ഇറയുടെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഇറയിലേക്ക് വന്നപ്പോൾ ഹൗ ടു മാർക്കറ്റ് ദി ഗുഡ്സ് എന്നാണ്, ഹൗ ടു സോൾവ് എന്നല്ല, ഹൗ ടു മാർക്കറ്റ് ദി ഗുഡ്സ് എന്നാണ്. അവിടെയാണ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമർ, ഫൈൻഡ് ന്യൂ കൺസ്യൂമേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വരുന്നത് ഈ മാർക്കറ്റിംഗ് ഇറ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. ദെൻ മാനേജ്മെൻറ്റ് ഇറ എന്ന് പറയുമ്പോൾ അവിടെ ഹൗ ടു മാനേജ് ദി ഗുഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നിക്കുകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ രംഗത്തും സെയിൽസ്, ക്വാളിറ്റി കൺട്രോൾ, അത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിലൊക്കെ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിപണനത്തിലേക്ക് ഇറക്കിക്കൊണ്ടുള്ളൊരു കാലഘട്ടം മാനേജ്മെൻറ്റ് ഇറ. ഹൗ ടു മാനേജ് ദി ഗുഡ്സ് യൂസിങ് ന്യൂ ടെക്നിക്സ്, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ വളരെ തന്ത്രപരമായിട്ട് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കുന്നത്. ഹൗ ടു ഓവർകം ദി ടാക്ടിക്കൽസ് ഓഫ് അതർ കമ്പനീസ്, ഇതാണ് മാനേജ്മെൻറ്റ് ഇറ. സോ ദീസ് ആർ ദി ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് പോയിന്റുകൾ അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയാണ്. എന്നൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആവശ്യമുള്ളത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക്ക് മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്.
മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ RL കിങ്ങിൻ്റെ ഒരു ബുക്കുണ്ട്, RL കിങ് കേട്ടോ. അതിൻ്റെ പേര് ദി മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്നാണ്. അത് നോട്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. നേർക്ക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. നമ്മൾ സെല്ലറും ബയറും തമ്മിലുള്ള വാല്യൂസ്, വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിൽ മൂല്യങ്ങൾ കൈമാറുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഒരു കോർ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രസൻറ്റ് ഡേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റിയാണ്. അതായത് സെല്ലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ റാദർ ദാൻ സെല്ലിംഗ് ഓഫ് എ പ്രോഡക്റ്റ് എന്നർത്ഥം. ഇന്ന് നമ്മൾ വിൽക്കുന്നത് പ്രോഡക്റ്റ് അല്ല, പകരം സാറ്റിസ്ഫാക്ഷനാണ് വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ബിസിനസ് എന്ത് ചെയ്യണം? മസ്റ്റ് പ്രൊഡ്യൂസ് വാട്ട് ദി കസ്റ്റമർ വാണ്ട്. എന്താണ് അവർക്ക് ആവശ്യമുള്ളത്? ഇൻ ദി ക്വാളിറ്റി ദേ വാണ്ട്. അവരെന്ത് ക്വാണ്ടിറ്റി അവർ ആഗ്രഹിക്കുന്നോ അത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അറ്റ് എ പ്രൈസ് ദേ ആർ വില്ലിങ് ടു പേ. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം. അറ്റ് ദി ടൈം ദേ റിക്വയർ. എപ്പോഴാണ് അവർക്ക് ആവശ്യം അപ്പോൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് എ കസ്റ്റമർ ഓറിയൻറ്റഡ് ഫിലോസഫി ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ത്രൂ ഔട്ട് ആൻ ഓർഗനൈസേഷൻ ടു സെർവ് കസ്റ്റമേഴ്സ് ബെറ്റർ ദാൻ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ടു അച്ചീവ് സ്പെസിഫൈഡ് ഗോൾസ് എന്നാണ് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഉപരി കസ്റ്റമേഴ്സിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അത് നല്ല രീതിയിൽ അവരെ സെർവ് ചെയ്യാം എന്നതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഒരു പ്രധാനമായിട്ട് ഉള്ളൊരു തത്വം എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ അറിഞ്ഞ് അവരെ സേവിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിലുള്ളത്. ഒന്ന് കസ്റ്റമർ ഓറിയൻറ്റേഷൻ, അതുപോലെ തന്നെ എന്താണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റേഷൻ, അതുപോലെ ഓർഗനൈസേഷൻ ഇൻ്റഗ്രേഷൻ, ദെൻ ഗോൾ അച്ചീവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അതിൽ വരും. സോ നമുക്ക് എന്തെല്ലാമാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? എക്സ്ചേഞ്ച് കോൺസെപ്റ്റ്. ഫസ്റ്റ് എക്സ്ചേഞ്ച് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് അതുമായിട്ട് ഒരു കോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സംഭവമാണ് ഈ മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. ഇതാണ് നേർക്ക് ഇറ്റ് ഈസ് ദി സെൻട്രൽ ഐഡിയ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ, ഒരു സെൻട്രൽ ഐഡിയ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ. ദെൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രൊഡക്ഷനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സോ എപ്പോഴും ഒരു ഫേം എന്ത് ചെയ്യണം? ട്രൈ ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ വേ ഓഫ് ലാർജ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക എന്നാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ലാർജ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്താം. ഓക്കെ. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും? നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വിലയും വേണമെങ്കിൽ കുറച്ച് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. സെല്ലിംഗ് പ്രൈസ് കൂട്ടുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്താണ് പ്രോഫിറ്റ് മേക്കിങ്ങിനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ നമ്മൾ 10 റുപ്യക്ക് വിറ്റുന്ന സാധനം 12 റുപ്യക്ക് വിറ്റാൽ നമുക്ക് ഒറ്റയടിക്ക് 2 റുപ്യ പ്രോഫിറ്റ് നേടാം. അല്ലെങ്കിൽ നമുക്കൊരു വഴിയുള്ള 10 റുപ്യക്ക് നമ്മളൊരു 8 റുപ്യക്ക് ഉണ്ടാക്കുന്ന സാധനം വീണ്ടും ഒരു 6 റുപ്യക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാം. അങ്ങനെ ആക്കിയാലും നമുക്കെന്താണ് അതേ വിലയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് 2 റുപ്യ പ്രോഫിറ്റ് കിട്ടും അല്ലേ? സോ നമുക്ക് ഏറ്റവും നല്ല വഴി ഏതാണ്? ഏറ്റവും നല്ല വഴി ഇപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. കാരണം നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊപ്പമുള്ള ടീം അല്ലെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സൊക്കെ എന്ത് ചെയ്യും? അവരതേ വിലയ്ക്ക് വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ എന്ത് ചെയ്യും? സെയിൽസ് കൂടും, നമ്മളതാരും മേടിക്കാതെ വെക്കും. സോ എപ്പോഴും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്, നമ്മൾ അതിലേക്കാണ് സ്ട്രെസ്സ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? ബിക്കോസ് കൺസ്യൂമർ ഓൾവേസ് പ്രിഫർ ലോ പ്രൈസ് എപ്പോഴും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് ഈസിലി അവൈലബിൾ പ്രൊഡക്റ്റ് ആവും വേണ്ടി വരും. സോ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിനൊക്കെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കാര്യമാണ്. ദെൻ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ബിക്കോസ് കൺസ്യൂമർ പ്രിഫർ ഹയർ ക്വാളിറ്റി ആൾസോ. അവർ ലോ പ്രൈസ് എപ്പോഴും പറയുന്നുണ്ട് എങ്കിൽ കൂടി അവരെപ്പോഴും എന്തുകൂടി പ്രിഫർ ചെയ്യുന്നുണ്ട്? ഹയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൂടി അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ് അവരെന്താണ്
നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സെല്ലിംഗ് കോൺസെപ്റ്റ് പ്രകാരം ഇവിടെ ഏറ്റവും കൂടുതൽ എംഫസിസ് ചെയ്യുന്നത് എന്താണ്? ഹൗ ടു ഇൻക്രീസ് ദി സെയിലാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാം. ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ പ്രൊഡ്യൂസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വിൽക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. ആ ഗുഡ്സൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലേക്ക് പറയുമ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അറിഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു തത്വം. ഫൈൻഡ് വാണ്ട്സ് ആൻഡ് ഫിൽ ദം എന്നാണ്. ആവശ്യങ്ങൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആവശ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ആവശ്യക്കാരെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു തലമുടി കറുത്തിട്ടുള്ള ആൾ ഒരിക്കലും അയാൾ ഒരു ഹെയർ ഡൈ വാങ്ങിക്കില്ല, അല്ലേ? എ പേഴ്സൺ വിത്ത് ബ്ലാക്ക് ഹെയർ വിൽ നോട്ട് ബൈ എ ഹെയർ ഡൈ. സോ എപ്പോഴും ബിസിനസ് ഫേം എന്ത് ചെയ്യണം? ദേ ഷുഡ് ട്രൈ ടു ഐഡൻറ്റിഫൈ വിച്ച് പ്രൊഡക്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് കൺസ്യൂമർ. അവർക്ക് എന്താണോ സ്യൂട്ടബിൾ ആണ് അത് നമ്മൾ എപ്പോഴും കാണണം. ഓക്കെ. അത് കൺസ്യൂമർ ആയിരിക്കാം, ദാറ്റ് കൺട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ദാറ്റ് ലൊക്കാലിറ്റി. ആ രീതിയിലൊക്കെ നമുക്കതിനെ വിശകലനം ചെയ്യാം. ആ രാജ്യത്തിന് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കൺസ്യൂമേഴ്സ് വിഭാഗത്തിന് എന്താണ് ആവശ്യം. സോ ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഫൈൻഡ് വൺ ആൻഡ് ഫിൽ ദം. ഓക്കെ. ദെൻ ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഒരു മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് ഒരു 4 കാര്യങ്ങളെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്ന്, ടാർഗറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കോർഡിനേഷൻ, പ്രോഫിറ്റബിലിറ്റി. ഇതൊക്കെ ഒരു മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു എൻ്റർപ്രൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡിക്കൽ എക്യുപ്മെൻ്റ് ആണെങ്കിൽ അവർ ടാർഗറ്റ് ഗ്രൂപ്പ് ആരായിരിക്കും? ഹോസ്പിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലേ? അതാണ് ടാർഗറ്റ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് പ്രൊഡ്യൂസിങ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്, ദർ ടാർഗറ്റ് ഗ്രൂപ്പ് വിൽ ബി ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ. ഓക്കെ ആണല്ലോ. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുകൊണ്ട് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അതിന് ചെറിയ ഒരു വ്യതിചലനം വരുന്നുണ്ട്. അവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ആയിരിക്കണം നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എ ബിസിനസ് ഫേം ഷുഡ് ട്രൈ ടു റീറ്റെയിൻ ദി ഓൾഡ് കസ്റ്റമേഴ്സ് ആൻഡ് അട്രാക്റ്റ് ന്യൂ വൺ. അതാണ് നമ്മൾ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ പറയുന്നത്. ദെൻ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. അത് നമ്മളെ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനെയും കോർഡിനേറ്റ് ചെയ്യണം. ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടല്ലോ നമുക്ക്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ്, എക്സെട്ര. സോ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഷുഡ് ബി കോർഡിനേറ്റഡ് വിത്ത് അതർ ഫങ്ഷൻസ് എന്നർത്ഥം. ദെൻ പ്രോഫിറ്റബിലിറ്റി. മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് പ്രോഫിറ്റാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് നമ്മൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. കസ്റ്റമേഴ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാം, പക്ഷെ ഒരിക്കലും പ്രോഫിറ്റബിലിറ്റി ഷുഡ് നോട്ട് ബി സാക്രിഫൈസ്ഡ് ഫോർ ദി സേക്ക് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലാഭം ഒരിക്കലും കളഞ്ഞു കുളിക്കാൻ പാടില്ല. ബിക്കോസ് അൾട്ടിമേറ്റ് എയിം ഈസ് ഏൺ റീസണബിൾ പ്രോഫിറ്റ്. അതുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇന്നോവേഷനായാലും അത് സസ്റ്റെയിൻ ചെയ്യാനായാലും പിന്നെ റിസർച്ച്, മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? പണം ആവശ്യമാണ്. സോ പ്രോഫിറ്റ് ഈസ് നെസസറി. സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് അറ്റംപ്റ്റ് ടു റെക്കഗ്നൈസ് ആൻഡ് റീകൺസിൽ ദി സ്കോപ്പ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ്. നമ്മൾ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു സ്കോപ്പ്, വ്യാപ്തി, അതിൻ്റെ സങ്കീർണതകളൊക്കെ തിരിച്ചറിയാനും അതിനെ അനുനയിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു ഒരു സമീപന രീതിയാണ് നേരിട്ട് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്, കോമ്പണൻ്റാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് എന്ത്
ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്, ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഒക്കെ ഇതൊക്കെ വരും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ടോട്ടലാണ് ഇത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താണ് സാംസങ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. their products are developed keeping the customer in mind. കസ്റ്റമേഴ്സിനെ അറിഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. ദെൻ ഷോറൂം ആർ ബ്രാൻഡഡ് ഇൻ ദി പ്രോപ്പർ മാനർ. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഗുഡ് കസ്റ്റമർ സർവീസ്, ഫാസ്റ്റ് കസ്റ്റമർ സർവീസ്. അപ്പോൾ ഇതെല്ലാം ഞാൻ സാംസങ് എന്ന് പറഞ്ഞെങ്കിലും ഇതുപോലുള്ള മറ്റൊക്കെ കമ്പനികളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ ആണല്ലോ.